കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും കരം പിടിച്ച് നമ്മെ നടത്തുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി പറയാം. ഈ ദൈവം എന്നേക്കും നമ്മുടെ ദൈവമാണ്. അവിടെ നമ്മെ ജീവപര്യന്തം വഴി നടത്തുവാൻ സർവശക്തനാണ്. നമ്മളുള്ള കാലത്തോളം ദൈവം നമ്മുടെ സങ്കേതമാണ്. അതുകൊണ്ടാണ് സങ്കേതം അനാദിയായും ശാശ്വതമായ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ആരും അറിയാലും മറന്നാലും മറക്കാത്ത, കൈവിടാത്ത ഉന്നതനായ ദൈവത്തിൻ്റെ സാമീപ്യം ഇന്ന് പ്രഭാതത്തിലും തിരിച്ചറിയാൻ യഹോവയായ ദൈവം നമ്മെ ഇടയാക്കട്ടെ. അവിടുന്ന് സൂര്യനും പരിചയമാണ്. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ലാതെ അവിടുന്ന് നമ്മെ നടത്തും. ആരെ സമർപ്പിക്കാൻ തയ്യാറാകും, ദൈവത്തിൻ്റെ കരം നിങ്ങളോട് കൂടെ ഇരിക്കും. ദൈവമേ, അങ്ങനോടും സംസാരിക്കണമേ. എൻ്റെ വിഷയത്തിൽ അവിടുന്ന് ഒന്നിടപെടണമേ. അവിടുത്തെ പ്രവൃത്തി എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒന്ന് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാൻ തയ്യാറാകൂ. ദൈവത്തിൻ്റെ കരം ഇന്നും കുറുതായി പോയിട്ടില്ല. എപ്പോഴും നമ്മൾ ഓർക്കേണ്ട, കഴിഞ്ഞ നാളുകളിൽ അത്ഭുതം ചെയ്ത ദൈവം, നടത്തിയ ദൈവം, കൊണ്ടുവന്നവൻ, വിടുവിച്ചവൻ, സൗഖ്യമാക്കിയവൻ, അസാധ്യങ്ങളെ സാധ്യമാക്കിയവൻ ഇന്നും നമ്മുടെ കൂടെയുണ്ട്. നാളെയും അവിടുന്ന് എനിക്ക് വേണ്ടി കരുതുവാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. പലപ്പോഴും നമ്മൾ നിരാശയിലേക്ക് പോകാനുള്ള കാരണം, ഇന്ന് അത് നടക്കുമോ, നാളെ ഞാൻ എന്തായിത്തീരും എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കാറുള്ളൂ. കഴിഞ്ഞ മാസങ്ങളിലും വർഷങ്ങളിലും ദിവസങ്ങളിലും എത്രയോ ഇടത്ത് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വന്നു. നമ്മൾ നടക്കത്തില്ലെന്ന് ചിന്തിച്ച ഇടത്ത് സകലരും കൈവിട്ടപ്പോൾ, പ്രതീക്ഷകൾ അസ്തമിച്ചപ്പോൾ, കർത്താവ് നമ്മളെ കൈവിടാതെ ഇറങ്ങി വന്ന വീര്യം പ്രവർത്തിച്ചില്ലേ? അവിടുത്തെ കരം കുറുതായി പോയിട്ടുണ്ടോ? ചെവി മന്ദമായി പോയിട്ടുണ്ടോ? വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. കുറുകിപ്പോകാത്ത അവിടുത്തെ കരുത്തിനായി നമുക്ക് നന്ദിയോടെ വീണ്ടും വീണ്ടും സ്തോത്രം ചെയ്യണം. കൈനാളിലെ നടത്തിപ്പുകളൊന്ന് ഓർക്കണം. വിടുവിച്ച വിധങ്ങൾ എത്ര ശ്രേഷ്ഠമാണ്. ഇനിയും എഴുന്നേൽക്കത്തില്ലെന്ന് പറഞ്ഞ് ദുർവ്യാധി പിടിച്ചെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മളെ എഴുന്നേൽപ്പിച്ചില്ലേ? ദേശത്തിൻ്റെ നടുവിലും കുടുംബക്കാരുടെ നടുവിലും കൂട്ടുകാരുടെ നടുവിലും ദൈവം നമ്മോട് കൂടെയുണ്ടെന്ന് അവിടുന്ന് തന്നെ വെളിപ്പെടുത്തിയില്ലേ? പ്രാർത്ഥന കൊണ്ടാണ് ഇവർ വിടുവിക്കപ്പെട്ടതെന്നും ദൈവമാണ് ഇവർക്ക് വേണ്ടി ഇറങ്ങി വന്നതെന്നും അനേകർ നമ്മളെപ്പറ്റി പറഞ്ഞെങ്കിൽ ഇന്നും നിരാശപ്പെടുന്നതിനാ? ആ ദൈവത്തിൻ്റെ കരം നൊടി നേരത്തേക്ക് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരാൻ പ്രാർത്ഥിക്കൂ. നൊടി നേരം കൊണ്ട് ആ കരം വെളിപ്പെടുകയാണ്. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞ് ഈ ദൂത് ഏറ്റെടുക്കണമേ. നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്നു, ഇന്നും പ്രവർത്തിക്കുന്നു, ഇന്നും ഇറങ്ങി വരുന്നു, ഇന്നും യെസ് അവിടുത്തെ കമാൻഡുകൾ പുറപ്പെടുവിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം ശ്രദ്ധേയമാണല്ലോ. തുറന്നപ്പോഴോ അകത്ത് ആരെയും കണ്ടില്ല എന്ന് അറിയിച്ചു. തുറന്നപ്പോഴോ അകത്ത് ആരെയും കണ്ടില്ല എന്ന് അറിയിച്ചു. സംഭവം നമുക്കെല്ലാം അറിയാം.
അസൂയ നിറഞ്ഞ ചില യഹൂദന്മാർ അപ്പോസ്തലനായ പത്രോസിനെയും യോഹന്നാനെയും ഒക്കെ പിടിച്ച് സുവിശേഷം നിമിത്തം പൊതു തടവിലാക്കി. ഇനി ഇറങ്ങാതിരിക്കാൻ വേണ്ടി അവരെ ആമത്തിലിട്ട് തടവിലിട്ട് പൂട്ടി. അതിൻ്റെ പൂട്ട് പുറത്തു നിന്നാണ്. പക്ഷേ ഇപ്പുറത്ത് സുവിശേഷത്തിന് വേണ്ടി, കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി, പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും വേണ്ടി വില കൊടുക്കുന്ന സമൂഹത്തെ പൂട്ടുവാൻ, ഒതുക്കുവാൻ, ഇല്ലാതാക്കുവാൻ, ഇവിടം കൊണ്ട് തീർക്കുമെന്ന് പദ്ധതികൾ ഒരുക്കുമ്പോൾ എൻ്റെ ദൈവം അതിന് വിട്ടുകൊടുക്കത്തില്ല. പ്രൈസ് ദ ലോർഡ്. നിങ്ങളുടെ പ്രാർത്ഥനയും ആരാധനയും ദൈവത്തിലുള്ള വിശ്വാസവും കണ്ടിട്ട് ഇതിന് പൂട്ടിടാൻ നിൽക്കുന്ന അനേക ശക്തികൾ അകത്തും പുറത്തുമുണ്ട്. പക്ഷെ തെറ്റുപറ്റി. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ പ്രിയ സഹോദരങ്ങളെ. രാത്രിയിലോ കർത്താവിൻ്റെ ദൂതൻ കാരാഗ്രഹത്തിൻ്റെ വാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. ആരും ഇറങ്ങി വരാത്തിടത്ത്, ആരും അറിയാത്ത സമയത്ത്, ആരുടെയും മനസ്സിൽ തോന്നാത്ത ഒരു വലിയ ദൈവപ്രവൃത്തി അവിടെ നടക്കുകയാണ്. മനസ്സിലായോ? അർദ്ധരാത്രിയിലോ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നോക്കൂ, പൂട്ടിയ അതേ ഇടത്ത് രാത്രിയിൽ ദൂതൻ ഇറങ്ങുകയാണ്. പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ദൂതൻ ഇറങ്ങും. പ്രൈസ് ദ ലോർഡ്. നമുക്കറിയാം അപ്പോസ്തലപ്രവൃത്തി 12 ദൂതൻ ഇറങ്ങി. ഇവിടെയും ദൂതൻ ഇറങ്ങുകയാ. പ്രാർത്ഥിക്കുന്ന നിന്നെ അധികം മിനിറ്റ് ബന്ധിക്കാൻ കഴിയത്തില്ല, പൂട്ടിയിടാൻ പറ്റത്തില്ല. സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങും. വിശ്വസിക്കുന്നവർ പറ. നിന്നെയും നിൻ്റെ കുടുംബത്തെയും ഒതുക്കുവാൻ, തലമുറകളെ ഒതുക്കുവാൻ, പൂട്ടിയിടുന്നത് പോലെ അടുത്ത സ്റ്റെപ്പ് എടുക്കുവാൻ കഴിയാതെ ഒരു റൂമിനകത്ത് ഒതുക്കുന്നത് പോലെ ഒതുക്കുന്ന ചില മണ്ഡലങ്ങളെ കണ്ട് നിരാശപ്പെടാതെ പരിശുദ്ധാത്മാവിൽ സ്തോത്രം ചെയ്യൂ. ദൈവ മഹത്വം ഇന്നു പകൽ വെളിപ്പെടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂതൻ അവിടെ ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് അപ്പോസ്തലന്മാരെ പുറത്തു കൊണ്ടുവന്നു. എന്നിട്ട് നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവൻ്റെ വചനം എല്ലാ ജനത്തോടും പ്രസ്താവിപ്പിൻ. നോക്കൂ, സുവിശേഷം നിമിത്തം നീ ഒതുക്കപ്പെട്ടെങ്കിൽ, അഭിഷേകവും ആത്മിക ആരാധനയും നിമിത്തം നീ പരിഹസിക്കപ്പെട്ടെങ്കിൽ, നിനക്ക് മൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ, അതേ സുവിശേഷത്തിൻ്റെ ശക്തിയാൽ നിന്നെ പുറത്തു കൊണ്ടുവരിക മാത്രമല്ല, എല്ലാവരും കേൾക്കെ അത് ശക്തമായി വിളിച്ചു പറയുവാൻ. സുവിശേഷത്തിന് ബന്ധനമില്ല. അഭിഷേകത്തെ ബന്ധിക്കാൻ ആർക്കും സാധ്യമല്ല. പ്രാർത്ഥിക്കുന്നവനെ പിടിച്ചൊതുക്കുവാൻ ലോകത്തിൻ്റെ ഒരു നിയമങ്ങൾക്കോ ശക്തിക്കോ സാധ്യമല്ലെന്ന് ഈ പകൽ വിളിച്ചു പറയാൻ എനിക്ക് നിയോഗമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഈ വചനത്തിൻ്റെ ശക്തിയുമായി അപ്പോസ്തലന്മാർ പുലർച്ചെ ദേവാലയത്തിൽ ചെന്ന് ഉപദേശിക്കുകയാണ്. പുരോഹിതന്മാരും കൂടെയുള്ളവരും വന്ന് ന്യായാധിപ സംഘത്തോടും മൂപ്പന്മാരെല്ലാം വിളിച്ചുകൂട്ടി. എന്നിട്ട് കാരാഗ്രഹത്തിൽ കിടക്കുന്ന പത്രോസിനെയും യോഹന്നാനെയും വരുത്തുവാൻ ന്യായാധിപ സംഘത്തോട് പറഞ്ഞു. തടവിലേക്ക് ന്യായാധിപ സംഘം ആളുകളെ അയക്കുകയാണ്. ഇനിയുമാണ് നമ്മുടെ ചിന്താവിഷയം. ഭടന്മാർ ചെന്നപ്പോൾ അവരെ കാരാഗ്രഹത്തിൽ കാണാതെ മടങ്ങി വന്ന് കാരാഗ്രഹം നല്ല സൂക്ഷ്മത്തോടെ പൂട്ടിയിരിക്കുന്നതും കാവൽക്കാർ വാതിക്കൽ നിൽക്കുന്നതും കണ്ടു. ഈ പകൽ ഞാൻ വിളിച്ചു പറയാനുള്ള ദൂത്, കാവൽക്കാർ അവിടെ നിൽക്കുമ്പോൾ തന്നെ, പൂട്ട് അവിടെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങളെ പുറത്ത് കൊണ്ടുവരാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. കേട്ടോ, നിങ്ങൾ പൂട്ടിനെ കണ്ട വിഷമിക്കേണ്ട. പിടിച്ചു നിർത്തുമെന്ന് പറയുന്ന കാവൽ ശക്തികളുണ്ട്. ദേശാധിപതിയുടെ വ്യാപാരങ്ങൾ ഇതിനെ കണ്ട് ഭയപ്പെടുന്ന ചിലർ വിളിച്ചു പറയുന്നു, അവിടെ നിൽക്കുമ്പോൾ തന്നെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ഇനിയുമാണ് നിങ്ങൾ നോക്കൂ, കാവൽക്കാർ വന്നപ്പോൾ ഭടന്മാർ ചെന്ന് നോക്കിയപ്പോൾ അകത്ത് ആരെയും കണ്ടില്ല. തുറന്നപ്പോൾ
സ്തോത്രം. കാരാഗ്രഹം നല്ല സൂക്ഷ്മത്തോടെ പൂട്ടിയിരിക്കുന്നതും കണ്ടു. ഇനി നമ്മുടെ കുറിവാക്യം, തുറന്നപ്പോഴോ അകത്ത് ആരെയും കണ്ടില്ല. ഇതെന്തായി തീരുമെന്ന് അവർ ശങ്കിക്കുകയാണ്. ഇന്ന് പകൽ ദൈവജനത്തോട് ഞാൻ വിളിച്ചു പറയട്ടെ, നിനക്കെതിരെ എത്ര പൂട്ടിയാലും എത്ര കല്ല് വെച്ചാലും, കാവൽക്കാർ ശക്തമായാലും, പുനരുത്ഥാനത്തിൻ്റെ പവർ വന്നാൽ ഇതിനെയെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് പുറത്തു കൊണ്ടുവരുന്ന ദൈവശക്തി തൻ്റെ ജനത്തിൻ്റെ മേൽ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ പ്രഭാതത്തിൽ വെളിപ്പെടുക. നിങ്ങൾക്കെതിരെ വലിയ പൂട്ടുണ്ട്, കാവൽക്കാരുണ്ട്, പിടിച്ചു നിർത്തുന്ന ശക്തികളുണ്ട്. വെളിയിൽ വിടത്തില്ലെന്ന് പറയുമ്പോൾ സ്വർഗം അടങ്ങിയിരിക്കുമെന്ന് ചിന്തിക്കരുത്. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം എഴുന്നേൽക്കും. നിങ്ങൾക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കുക. നിന്റെ തലമുറയ്ക്ക് വേണ്ടി എഴുന്നേൽക്കുക. ഇതിനെ പൂട്ടിട്ടതുപോലെ, ചങ്ങലക്കിട്ടതുപോലെ നടക്കുവാൻ കഴിയാതെ ഒതുക്കുന്ന ചില വ്യക്തിത്വങ്ങളെ, കുഞ്ഞുങ്ങളെ, തലമുറകളെ, ദാസന്മാരെ വചനത്തിൻ്റെ ശക്തിയാൽ ഞാൻ വിളിച്ചു പറയുന്നു. ദൈവവചനത്തിന് ബന്ധനമില്ല, സുവിശേഷത്തിന് ബന്ധനമില്ല, അഭിഷേകത്തിന് ബന്ധനമില്ല. അങ്ങനെയെങ്കിൽ പൂട്ട് നിൽക്കുമ്പോൾ തന്നെ, കാവൽക്കാർ നിൽക്കുമ്പോൾ തന്നെ, പദ്ധതികൾ ഒരുക്കപ്പെടുമ്പോൾ തന്നെ അവരറിയാതെ നിന്നെ പുറത്തു കൊണ്ടുവന്ന് നിന്നെ കൊണ്ട് ചെയ്യിക്കേണ്ട ഇടത്ത് ഭംഗിയായി ചെയ്യിപ്പിക്കാൻ, നിന്റെ തലമുറയെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത്, നിന്റെ മേലുള്ള വ്യക്തിത്വത്തെ സ്മൂത്തായി പുറത്തു കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുള്ളപ്പോൾ പൂട്ടാൻ നിൽക്കുന്നവരോട് പറ, പൂട്ടിക്കോ, ഞങ്ങൾ പുറത്തിറങ്ങും. നിന്റെ കയ്യിൽ ചാവിയുള്ളപ്പോൾ, നിന്റെ കയ്യിൽ കീ ഉള്ളപ്പോൾ തന്നെ ഈ പുറത്ത് അതില്ല ഞങ്ങളെ പുറപ്പെടുവിക്കാൻ കഴിവുള്ള സകലത്തിൻ്റെയും കാരണഭൂതൻ, ലക്കുമായവൻ, എല്ലാത്തിൻ്റെയും താക്കോൽ കൈവശമുള്ളവൻ ഞങ്ങളുടെ കൂടെയുണ്ട്. വിളിച്ചു പറയാൻ എത്ര പേർക്ക് കഴിയും? യേശുവിൻ്റെ നാമത്തിൽ ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ അകത്തേക്ക് വ്യാപരിക്കട്ടെ. ചില പൂട്ടുകൾ അവിടെ നിൽക്കട്ടെ. അത് കണ്ട് നിങ്ങൾ നിരാശപ്പെടരുത്. അത് നിൽക്കുമ്പോൾ തന്നെ യേശു പറഞ്ഞു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും എല്ലാ കാരാഗ്രഹത്തിൻ്റെയും എല്ലാ അടിമത്തത്തിൻ്റെയും പൂട്ടുകൾ കൈവശമുള്ളവൻ, അതിൻ്റെ താക്കോൽ കൈവശമുള്ളവൻ, തുറന്നു വിടേണ്ടതിനെ തുറന്നു വിട്ട്, അഴിക്കേണ്ടതിനെ അഴിച്ച്, ബന്ധിക്കപ്പെട്ടവരോട് പുറത്തു വരാൻ പറയാനുള്ള ആത്മശക്തിയുടെ അധികാരം നിങ്ങളുടെ നാവിന്മേൽ ഇന്ന് പകൽ വെളിപ്പെട്ട് വരട്ടെ. നിങ്ങളുടെ ചർച്ചിനെ നോക്കി, കുടുംബത്തെ നോക്കി ആരെങ്കിലും നിന്നെ ഒതുക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് പകൽ ആത്മാവിൽ പറ, ഞങ്ങൾ അങ്ങനെയുള്ള ശക്തികളെ നോക്കി ബന്ധിക്കുവാൻ നോക്കുന്ന ശക്തിയുടെ മുമ്പാകെ പുറത്തു കൊണ്ടുവരാൻ ഒരാത്മീയ അധികാരം ദൈവം ഞാൻ കൈമാറുകയാണ്. ബന്ധിക്കപ്പെട്ടവരോട്, ഇരുട്ടിലുള്ളവരോട് വെളിച്ചത്ത് വരാൻ പറയാനുള്ള ഒരു സ്പിരിച്വൽ അതോറിറ്റി ഇന്ന് പകൽ നിങ്ങളുടെ നാവിന്മേൽ വെളിപ്പെട്ട് വരട്ടെ. നിങ്ങളുടെ പ്രസ്ഥാനത്തിന്മേൽ ഇന്ന് പകൽ ദൈവശക്തി ഇറങ്ങട്ടെ. നിങ്ങൾ നാവുകൊണ്ട് പറ, അത് ശക്തമായി വളരേണ്ടതാണ്. അതിനെ ഒതുക്കാൻ, തടയിടുവാൻ നിൽക്കുന്ന ചില ദുഷ്ടശക്തികളെ പൊട്ടിക്കുന്ന ഒരനോയിന്റിങ് അഭിഷേകത്തിനെ നിങ്ങളുടെ നാവിലൂടെ പുറപ്പെട്ടു വരട്ടെ. ചർച്ചിനകത്ത് സംഭവിക്കട്ടെ, നിങ്ങളുടെ തലമുറകൾ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മഹത്വത്തിൻ്റെ പ്രത്യാശ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് പകൽ ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠയാലോചനയ്ക്കായി സ്തോത്രം. പൂട്ടവിടെ നിൽക്കുമ്പോൾ പുറത്തു കൊണ്ടുവരേണ്ടതിനെ, അഭിഷേകമുള്ളതിനെ, അടുത്ത തലത്തിൽ പ്രയോജനപ്പെടേണ്ടതിനെ, ഒതുക്കുന്ന മണ്ഡലങ്ങളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ദൂതൻ ഇന്ന് രാത്രിയിലും ഇറങ്ങുന്നതിനായി സ്തോത്രം. പ്രഭാതത്തിൽ ചിലത് പുറത്ത് നിൽക്കുന്ന, ദൈവമഹത്വം വിളിച്ചു പറയുന്ന, രക്ഷിച്ചെന്നും വിടുവിച്ചെന്നും പുറത്ത് കൊണ്ടുവന്നതും, ഇല്ലാതാക്കാൻ നോക്കിയിടത്ത് വർദ്ധിപ്പിച്ചെന്നും കെട്ടിക്കിടക്കുന്ന ചില വിഷയത്തെ പുറപ്പെടുവിച്ചെന്നും വിളിച്ചു പറയാൻ ഇന്ന് പകലും അങ്ങയുടെ ആത്മാവ് ഞങ്ങളെ ശക്തീകരിക്കുന്നതിനായി സ്തോത്രം. ഈ ദൂത് ചില കുടുംബങ്ങളുടെ മേൽ ദൈവശക്തിയായി വചനത്തിൻ്റെ വെളിപ്പാടായി ചെന്ന് പതിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജനം സ്വതന്ത്രരാകട്ടെ. അവിടെ അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക്. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ, ബലത്തോടെ, നിയോഗത്തോടെ മുൻപോട്ട് പോകൂ. നിങ്ങളെക്കൊണ്ട് ദൈവത്തിന് എവിടൊക്കെ എന്തൊക്കെ ചെയ്യിപ്പിക്കണോ, ഏത് ദേശത്ത് നിർത്തണമോ, എവിടെ നിങ്ങളെ മാനിക്കണമോ, ദൈവം പുറത്തു കൊണ്ടുവരും. ഒതുക്കാനുള്ള ശക്തികളെ നോക്കി നിങ്ങളും ഡൗൺ ആകാതെ അതിന്മേൽ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യമോർത്ത് ദൈവത്തിന് നന്ദി പറയൂ. ഈ വചനങ്ങളെ കർത്താവ് സഹായിക്കട്ടെ. ക്രിസ്തയേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.